പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ ആ കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിച്ചത്. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, നമ്മുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാന്ന്. അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ആ കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ട്, ഓരോ ദിവസവും നമ്മളെ അത്ഭുതമായി നടത്തുന്നതോർത്ത് ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ മൗനമായിരിക്കാതെ കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ്, കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ്, കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 71-ാം സങ്കീർത്തനം 15-ാം വാക്യം പറയുന്നു, എൻ്റെ വായ് ഇടവിടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും, അവരുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. 23-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, മാറാത്തവനാകിയാൽ സ്തോത്രം, മതിയായവനാകിയാൽ സ്തോത്രം. അങ്ങ് ആൽഫയും അങ്ങ് ഒമേഗയും ആകിയാൽ സ്തോത്രം, അങ്ങ് സൗഖ്യദായകനാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പൻ്റെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ സാന്നിധ്യത്താൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തന്നെ മക്കൾ നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ മക്കൾ നിറയട്ടപ്പാ. കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ കുഞ്ഞുങ്ങളിപ്പോൾ നിറയട്ടപ്പാ. അങ്ങേ അനുഭവിച്ചറിയുവാൻ തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രഭാതത്തിൽ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങേ അനുഭവിച്ചറിയുവാൻ കർത്താവെ, കേട്ടറിവല്ല സ്തോത്രം, വായിച്ചുള്ള അറിവല്ല, അങ്ങേ അനുഭവിച്ചറിയുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തി കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അവരുടെ വിശ്വാസത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് അവരെ ഉയർത്തണമേ. പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് ഉയർത്തണമേ. കർത്താവെ, ദൈവവചന ധ്യാനത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ. ഈ ദിവസങ്ങൾ അങ്ങയോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മ ശക്തമാകട്ടെ. ആ ബന്ധം ആഴമേറിയതായി തീരട്ടെ. കർത്താവെ, അവൻ പേര് കൊണ്ടുള്ള ബന്ധമല്ല കർത്താവ്, ഇഴുകിച്ചേർന്ന ഒരു ബന്ധം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യമാകട്ടെ. അവൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ. അവൻ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള എല്ലാ ബലഹീനതകളും എല്ലാ ക്ഷീണങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ശാരീരികമായ ക്ഷീണങ്ങളും മാറി ശരീരം നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ശരീരം നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി അസ്ഥി ഫ്രാക്ചർ സംഭവിച്ചു, അത് ഹീലാകാൻ പ്രയാസമായി നിൽക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ബോൺ ഹീലിംഗ് സംഭവിക്കട്ടെ. അസ്ഥികൾക്ക് ആമേൻ ആ തേയും ഒടിവുകൾ മാറി സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ബോൺ റിലേറ്റഡ് വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. അതുപോലെ പിതാവേ, സാമ്പത്തിക ആവശ്യങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഹാൻഡ് കർത്താവിൻ്റെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണം. സ്വസ്ഥതയും സമാധാനത്തോടും ജോലി ചെയ്യുവാൻ
വരുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങയോ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹസമ്പൂർണ്ണമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൂതെന്ന് പറയുന്നത് ആമേൻ മന്ത് ഓഫ് ഹയർ റിലംസ് ആണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ മുന്നേറുവാൻ, ശക്തി പ്രാപിപ്പാൻ, അടുത്ത തലങ്ങളിലേക്ക് ഉയരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ മാത്രം പങ്കെടുക്കുകയല്ല, നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടായ സന്തോഷവും സമാധാനവും ആത്മീക വർധനവും ദൈവിക അത്ഭുതങ്ങളും ഒക്കെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ നിങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് എൻകറേജ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കാണണം. അങ്ങനെ വൈകിട്ട് തക്ക സമയത്ത് പ്രാർത്ഥനയോടുകൂടി മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കാൻ, ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം ജോയിൻ ചെയ്യുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ. ശ്രദ്ധിച്ച്, ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗത്തിലൂടെയാണ് പോകുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നത് എനിക്ക് പ്രയാസമല്ല. ആമേൻ. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കർത്താവിൽ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ എഴുതുന്ന ലേഖനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ് കർത്താവിൽ. ഫിലിപ്പിയ ലേഖനം അതിനകത്ത് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു വശത്തോടെ പറഞ്ഞാൽ, ലോകം സന്തോഷത്തെ സാഹചര്യങ്ങളോട് ബന്ധിപ്പിക്കുന്നു. നല്ല ജോലിയുണ്ടെങ്കിൽ സന്തോഷം, ആരോഗ്യമുണ്ടെങ്കിൽ സന്തോഷം, പണമുണ്ടെങ്കിൽ സന്തോഷം. എന്നാൽ ക്രിസ്തീയ സന്തോഷം സാഹചര്യങ്ങളിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ സന്തോഷം. ആമേൻ. യേശു ആണ് നമ്മുടെ സന്തോഷം. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് യേശുവിനെ ലഭിച്ചതാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമുക്ക് യേശുവിനെ ലഭിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വാക്കുകൾ എഴുതിയത് ഒരു കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ടല്ല, തടവറയിൽ ഇരുന്നു കൊണ്ടാണ്. ശരീരത്തിന് സ്വാതന്ത്ര്യമില്ലായിരുന്നു, പക്ഷേ ആത്മാവ് സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയിലെ സഭയെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന് വളരെ സ്നേഹമുള്ള സഭയായിരുന്നു. പൗലോസ് അപ്പോസ്തലനോട് വളരെ സ്നേഹമുള്ള സഭയായിരുന്നു. അവരെ തെറ്റായ ഉപദേശകരിൽ നിന്ന് കാക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ലേഖനം മുഖാന്തരം പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവിൽ സന്തോഷിപ്പീൻ എന്നത് ഒരു വികാരപരമായ നിർദ്ദേശമായിരുന്നില്ല, അത് ഒരാത്മീയ തെരഞ്ഞെടുപ്പാണ്. സന്തോഷിക്കുക എന്നുള്ളത് ഒരു 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 തെരഞ്ഞെടുപ്പാണ്. ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ കർത്താവിൽ സന്തോഷിക്കണോ വേണോ വേണ്ടായോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതായത് സന്തോഷം ഒരാത്മീക സംരക്ഷണമാണ്. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ നിരാശ വരും, ഭയം വരും, സംശയം വരും, പാപം എന്നിവയ്ക്ക് ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ കാരണമാകും. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ എന്തൊക്കെ ഉണ്ടാകുന്നത്? നിരാശ വരുന്നത്, ഭയം വരുന്നത്, സംശയം, പിന്നെ പാപകരമായ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ വരുന്ന എപ്പോഴാണ്? സന്തോഷം പോകുമ്പോഴാണ്. അപ്പോൾ കർത്താവിൽ എങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷിക്കാം? അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സാഹചര്യങ്ങളിലല്ല, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്ന്, സാഹചര്യത്തെ നോക്കിയാൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ല. മറിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാഹചര്യങ്ങൾ മാറും, ആരോഗ്യങ്ങൾ മാറും, സാമ്പത്തിക സ്ഥിതി മാറും. പക്ഷേ എബ്രായ ലേഖനം 13:8 പറഞ്ഞു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു, മാറാത്തവനാകുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം മാറാത്ത യേശുവായിരിക്കണം. നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം മാറാത്ത യേശുവായിരിക്കണം. രണ്ട്, കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുക. നന്ദിയുള്ള ഹൃദയം നമ്മുടെ ഉള്ളിൽ വേണം. നന്ദി വരുമ്പോൾ സന്തോഷം വർദ്ധിക്കും. നന്ദി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് നന്ദി വരികയാണെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷം വർദ്ധിക്കാൻ തുടങ്ങും. അമ്മ പഴയ നിമിത്തം ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മറന്നപ്പോൾ അവർ പരാതിപ്പെടുവാൻ തുടങ്ങി, അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. എന്നാൽ ദാവീദ് എപ്പോഴും തൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എൻ്റെ ആത്മാവേ യഹോവയെ സ്തുതിക്ക്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ഓർമ്മിക്കുമ്പോൾ എന്ത് വരും? സന്തോഷം വരും. ഒന്ന്, യേശുവിൻ്റെ സ്വഭാവം ഓർക്കണം, അവൻ മാറാത്തവനാണ്. രണ്ട്, നമ്മൾ എപ്പോഴും ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർക്കണം, കിട്ടാത്തതിനെ ഓർത്തുകൊണ്ടിരിക്കരുത്.
ദൈവത്തിൻ്റെ വാഗ്ദാത്തങ്ങളിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഇന്നത്തെ യാഥാർത്ഥ്യം വേദനാജനകമായിരിക്കാം, നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വിഷമിപ്പിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിനേക്കാൾ വലുതാണ്. വിശ്വാസം പ്രത്യാശയെ ജനിപ്പിക്കും. പ്രത്യാശ നമുക്ക് സന്തോഷം നൽകും. ആമേൻ. ആരാധനയിലും പ്രാർത്ഥനയിലും ആമേൻ എന്ത് ചെയ്യുക? സമയം ചെലവഴിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷമുണ്ട്. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന് സങ്കീർത്തനം 16:11 പറയുന്നില്ലേ? അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ കഴിയുന്നവൻ്റെ സന്തോഷം ലോകത്തിന് കവർന്നെടുക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒരു ചെറിയ കുട്ടി കടലിൽ സഞ്ചരിക്കുന്ന വലിയ കപ്പലായിരുന്നു. കൊടുങ്കാറ്റ് വന്നു, എല്ലാവരും ഭയന്നു. പക്ഷേ ആ കുട്ടി ശാന്തനായിരുന്നു. കാരണം എന്താണെന്നറിയാം? ആരൊക്കെയോ ചോദിച്ചു, നിനക്ക് പേടിയില്ലേ? കുട്ടി മറുപടി പറഞ്ഞു, ഈ കപ്പൽ ഓടിക്കുന്നത് എൻ്റെ അപ്പനാണ്. അപ്പോൾ ഒരു കുട്ടി കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കൊടുങ്കാറ്റ് വന്നു. അവൻ എല്ലാവരും കപ്പലിനകത്തിരിക്കുന്ന എല്ലാവർക്കും ടെൻഷനായി. ഈ കുട്ടിക്ക് മാത്രം ഭയമില്ല. അവൻ ചോദിച്ചു, എന്താ നിനക്ക് ഭയമില്ലാത്ത? ഉടനെ എൻ്റെ അപ്പനല്ലേ കപ്പിത്താൻ. നമ്മുടെ ജീവിത കപ്പലും അങ്ങനെ തന്നെയാണ്. തിരമാലകൾ ഉയരാം, പ്രതിസന്ധികൾ വരാം, കാറ്റ് ശക്തമാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നായകൻ യേശു ആയതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട, നമുക്ക് സന്തോഷിക്കാം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി പറയാം, ഞാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുക സന്തോഷിക്കുവാൻ. ആമേൻ. കർത്താവ് എപ്പോഴും നമ്മൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ചിരിക്കുന്നവരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എപ്പോഴും അവനിൽ ആനന്ദിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മുഖം വാടിയിരിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അതുകൊണ്ടാണ് പിന്നെയും ഫിലിപ്പിലെ എന്ന് പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങിൽ സന്തോഷിക്കുവാൻ, അങ്ങിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സാഹചര്യങ്ങളെ നോക്കിയല്ല, യേശുവിനെ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. സാഹചര്യങ്ങളെ നോക്കിയാൽ ഞങ്ങൾ തളർന്നു പോകും. യേശുവിനെ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ ഭാരപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഒരു സ്തോത്രം പറയുക. എന്നിട്ട് അനേകർക്ക് ആമേൻ, ആമേൻ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.